എൻ്റെ ഷാജൻസ്കറിയ, നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ വടി കൊടുത്ത് അടി വാങ്ങുന്നത്? നിങ്ങൾ എന്തിനാണ് അവർക്ക് മതിൽ പണിയാൻ വേണ്ടി വെറുതെ 1,19,000 രൂപ കൊടുത്തത്? ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇത് നിങ്ങൾക്ക് ഈ പൈസ കൊടുക്കാവുന്നത് നമ്മുടെ കേരളത്തിൽ എത്രയോ എത്രയോ അസുഖങ്ങൾ ബാധിച്ച് മാറാ രോഗങ്ങൾ ബാധിച്ച് ചെറ്റക്കുടിലിൽ കഴിയുന്ന ആരോരും സഹായിക്കാനില്ലാത്ത എത്രയോ ആളുകളെ ഞാൻ കാണിച്ചു തരാമെന്നറിയാവോ? നിങ്ങൾ എന്തിനാണ് വെറുതെ അവരുടെ വീട്ടിൽ അവരുടെ ഫാദറുണ്ട്, അവരുടെ ചേച്ചിയുണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡുണ്ട്, അമ്മയുണ്ട്, രേണുസുതിയുണ്ട്, അവർക്ക് 21 വയസ്സായ വേറൊരു മകനുണ്ട്. ഇവരെല്ലാവരും മുതിർന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ അവരുടെ ഫാദറിനെ വർത്താനമൊക്കെ കേട്ടിട്ട് നമുക്ക് യാതൊരുവിധ ചെറിയ ചെറിയ അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് ആൾക്കാരെ, അദ്ദേഹത്തെക്കാട്ടിലും വയ്യാത്ത ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ എന്തെല്ലാം ജോലികൾ ചെയ്ത് ജീവിക്കും നിങ്ങൾക്കറിയാവോ? ഫിറോസും ഈ ഷാജൻസ്കറിയായും അല്ലെങ്കിൽ ഈ അച്ഛനും ഒക്കെ എന്തിനാണ് വെറുതെ അവർക്ക് സ്ഥലവും കൊടുത്ത് അവർക്ക് വീടും വെച്ച് വീടിനകത്ത് എന്തെല്ലാം സാധന സാമഗ്രികൾ നിങ്ങൾ മേടിച്ചിട്ട് കൊടുത്തത്? കട്ടിലിന് കട്ടില്, പിന്നെ അതുപോലെ മെത്തയ്ക്ക് മെത്ത, ഡൈനിങ് ടേബിൾ, കസേരയ്ക്ക് കസേരകളെ, വെള്ളത്തിന് വെള്ളം പ്യൂരിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി വാട്ടർ പ്യൂരിഫയർ, എനിക്ക് ഗ്യാസ് സ്റ്റൗ, അല്ലെങ്കിൽ നമ്മുടെ എന്ത് വേണ്ട അടുക്കളയ്ക്കകത്ത് അന്ന് ഞാൻ ആ ഹോം ടൂർ കണ്ടപ്പോഴേക്കും ഇത് വീടിനകത്ത് വേണ്ട എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല. നമുക്ക് സാധാരണ രീതി നമ്മൾ കണ്ടേക്കുന്നത് എന്താണ്? ഒരു 2 സെന്റ് സ്ഥലവും 3 സെന്റ് സ്ഥലവും കൊടുത്തിട്ടേ ഒരു വീടും അങ്ങോട്ട് പണിയും. എന്നിട്ട് ആ വീട് പണിതിട്ടുണ്ടല്ലോ, അതിൻ്റെ പകുതി പോർഷനും പണി തീരാതെ ഓരോരുത്തരുടെയൊക്കെ വീട് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 2 റൂം മാത്രം പണിതിടും. എന്നിട്ട് കിച്ചണൊക്കെ പണിത് കൊടുക്കുന്ന എത്രയോ നാളുകൾക്ക് ശേഷമാണെന്നറിയാവോ? എന്നിട്ട് അതുങ്ങൾ ഈ എത്രയോ ആളുകൾക്ക് അങ്ങനെ ഓരോരുത്തർ വീട് വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാം. മൊത്തം പണി തീർക്കത്തു പോലുമില്ല. ഇവിടെ ഇതിൻ്റെ അമ്മോ ഭയങ്കര, ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ ഞങ്ങൾക്ക് ഇനി വാക്കുകളില്ല. ഇവിടെ പണി സകലതും തീർത്ത് അതിനകത്ത് വേണ്ട സകല സാധനങ്ങൾ മേടിച്ചിട്ട് കൊടുത്ത് മതിലൊക്കെ കെട്ടി, ശരിയാ മതിലിനകത്ത് അപാകതകൾ കാണും. എത്രയോ വീടുകളിൽ കോടികൾ മുടക്കി വീട് പണിയുന്ന വീട്ടിൽ മതിലിന് അപാകതകളുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ മതിൽ പണിതിട്ട് 1 വർഷത്തിനകം മതിൽ താഴെ പോയി. ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കും. ഇതൊന്നും ആരും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്ന സമൂഹത്തിന് മുന്നിൽ കാണിക്കണ്ട. ഈ 1,19,000 രൂപ ഷാജൻസ്കറിയ സാറിനെ എന്തെങ്കിലും അവർക്ക് പ്രൊമോഷന് വേണ്ടിയാണ് കൊടുത്തതെന്ന് പറയുന്നു. എന്നാലും ഞാൻ ചോദിക്കട്ടെ, ഈ 1,19,000 രൂപ നമുക്ക് ചുമ്മാ ഉണ്ടാകുമോ? നമ്മളൊരു 5 പൈസയ്ക്ക് വേണ്ടി നമ്മളൊന്ന് കഷ്ടപ്പെട്ട് നോക്ക്. അപ്പോൾ നമുക്കറിയാം നമുക്ക് ആരെങ്കിലും പൈസ വെറുതെ തരുമോന്ന്. ഇവിടെ ഓരോരുത്തരും ലോൺ എടുത്തും പലിശയ്ക്ക് കടം മേടിച്ചും കണ്ടവരോട് കടം മേടിച്ചും ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടും ഒക്കെയാണ് ചെറിയ ചെറിയ വീടുകളും സമ്പാദ്യം ഇവിടെ ഉണ്ടാക്കുന്നത്. ഇവർക്ക് എന്താ കുഴപ്പം? ഇവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് വെറുതെ ഇരുന്നുകൊണ്ട് അവർക്ക് വീടും കിട്ടി, സ്ഥലവും കിട്ടി, എല്ലാ സാധനങ്ങളും കിട്ടി. ഇപ്പോൾ അവരതിനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നിങ്ങളെല്ലാം കൂടി ഒപ്പിച്ച വേലയല്ലേ? അവർക്ക് ഫ്ലവേഴ്സുകാർ വീട് വെച്ച് കൊടുക്കുകയോ എന്നെ ചെയ്തു കൊടുക്കണം. നിങ്ങൾ എന്തിനാന്നേ മുന്നിട്ടിറങ്ങാൻ പോയതേ? കഷ്ടം തോന്നുകയാണ്. എന്തൊക്കെയാ രേണുസുതി പറഞ്ഞ് നികൃഷ്ട ജീവി എന്നൊക്കെയല്ലേ ഷാജൻസ്കറിയ സാറിനെ വിളിക്കുന്നത്. ഒരു മനുഷ്യനെ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. എന്തൊരവസ്ഥയാണ് ഇതൊക്കെ എന്ന് ആലോചിച്ചു. ഇത് ഞങ്ങൾക്ക് കേട്ടിട്ട് പ്രതിഷേധിക്കാൻ വയ്യാത്ത എന്തെങ്കിലും പറയണ്ടേ? ഇവർക്കൊക്കെ എന്തോ തോന്നിവാസോ ഈ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പോവാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അത് എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എങ്കിൽ ഈ സപ്പോർട്ടൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാർ എന്തുകൊണ്ട് അവിടെ ചെന്നൊരു ഈ മതിലും വൃത്തിയാക്കി അവരുടെ വെള്ളം വീഴുന്ന അതും റെഡിയാക്കി അവർ പറയാം നിങ്ങൾക്ക് ഇങ്ങോട്ട് മാറാം, ഞങ്ങൾ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരില്ലേ, അവരൊക്കെ ശരിയാക്കി കൊടുക്കട്ടെന്നേ. ഇന്ന് ഒരാൾ പറഞ്ഞേക്കുന്നു ഫിറോസിനോട് ആര് പറഞ്ഞു വീട് പണിത് കൊടുക്കുവാൻ? ഫിറോസിനൊക്കെ വലിയ പരസ്യത്തിന് വേണ്ടി വീട് പണിത് കൊടുത്താന്ന് ഒരാളുടെ ഞാനിങ്ങനെ പോസ്റ്റ് കണ്ടിരുന്നു. എന്നാൽ പിന്നെ ഇവരൊക്കെ എന്തുകൊണ്ട് അതിന് മുന്നേ അവിടെ ചെന്ന് വീട് പണിയാനോ സ്ഥലം മേടിക്കാനോ മുൻകൈ എടുക്കാൻ? ശ്രുതിക്ക് ഭയങ്കര കടവാന്ന് പറഞ്ഞ സമയത്ത് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആരെയും കണ്ടില്ലല്ലോ. എന്നാൽ അവരുടെ കടം വീട്ടിൽ കൊടുക്കാനും അവർക്ക് വാടക വീട്ടിൽ കഴിയുന്നവർക്ക് വീട് വെച്ച് കൊടുക്കാനും ഒന്നും ആരെയും കണ്ടിട്ടില്ലല്ലോ. അയ്യോ, എന്തൊരു കഷ്ടമായിപ്പോയി. രേണുസുതി, ഒരിക്കലും നിങ്ങൾ അഹങ്കാര വർത്താനം പറയരുത്. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ നല്ല വാക്കുകൾ ഉപയോഗിക്കുക. നിങ്ങളുടെ ഫാദർ എന്തൊക്കെയാണ് പറയുന്നത്? നികൃഷ്ട ജീവി എന്നാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത്. മനസ്സിലായോ? ആ വാക്ക് ആരെങ്കിലും ക്ഷമിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ മനുഷ്യരെ അങ്ങോട്ട് അവഹേളിക്കുവാണോ ചെയ്യുന്നത്? കഷ്ടം 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 എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഇതുപോലുള്ള ആൾക്കാരൊന്നും നന്നാകില്ല എന്ന് നമുക്ക് നല്ല ഉറപ്പുമുണ്ട്.